കർത്താവ് അനേകം മക്കളെ സുഖപ്പെടുത്തുകയും തൻ്റെ തിരുമുറിവാർന്ന വലതുകരത്താൽ ആശീർവദിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഏകാഗ്രതയുടെ മനസ്സ് കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ഏകാഗ്രതയുടെ മനസ്സ് ദൈവത്തിന് അർപ്പിക്കുക. അഭിഷേകം ലഭിക്കുന്ന ഒരു ഗാനം പാടിക്കൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് വരാം. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നിന്നെ കണ്ടുകൊണ്ട് കർത്താവായ യേശുമിശിഹായേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 3 ലക്ഷത്തോളം മനുഷ്യരാണ് ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും കൂടുന്നത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മനുഷ്യർ, എല്ലാ ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമുള്ള മനുഷ്യർ കർത്താവ് ഉടമ്പടി എടുത്തു പോയവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ മേലും കർത്താവിൻ്റെ വലിയ കാരുണ്യം ചൊരിയട്ടെ, കർത്താവിൻ്റെ വലിയ ശക്തി ഒഴുകട്ടെ, കർത്താവിൻ്റെ വലിയ സ്നേഹം ഒഴുകട്ടെ. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ആണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. അത് ഗലാത്യർ 5:22 സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ദയയാണ് നിൻ്റെ കരുണയുടെ ഭാഗത്ത് നിൽക്കുന്നത്. കരുണ എന്ന് പറയുന്നത് എല്ലാ വേദനപ്പെടുന്നവരിലും വിഷമസന്ധിയിലുള്ളവരിലും നിൻ്റെ രക്ഷകനായ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവിടുത്തോടുള്ള സ്നേഹത്താൽ നീ സമർപ്പിതയാകുന്നതും സമർപ്പണത്തിലൂടെ നീ സുവിശേഷത്തിൻ്റെ നിലവാരമുള്ള സാക്ഷിയായി മാറി ദൈവ പൈതലിൻ്റെ സ്ഥാനത്തേക്ക് നീ എടുക്കപ്പെടുന്നതാണ്. കർത്താവേ, അതുപോലുള്ള കൃപയിലേക്ക് അങ്ങയുടെ മക്കളെ നീ ഉയർത്തണമേ, വളർത്തണമേ. സ്തുതിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടി വച്ചിരിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. ആ മേഖലയെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് പ്രതീക്ഷിക്കുന്നതും യാചിക്കുന്നതും. കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളോട് നീ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നീ കരുണ തോന്നാൻ വേണ്ടി ഞങ്ങളുടെ നിബന്ധനകളോട് കർത്താവേ, ഉടമ്പടിയുടെ കരുണയിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികമായ അഭിഷേകം ഞങ്ങളെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ ദിവസവും ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ, ഓരോ ദിവസങ്ങളും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വിഷയങ്ങൾ എല്ലായിടത്തും ദൈവത്തെ കണ്ടെത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകമായ അഭിഷേകം നൽകിക്കൊണ്ട് ഞങ്ങളെ കൃപയിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വരം കൊണ്ട്, അതുപോലെ വിശ്വാസ വരം കൊണ്ട് ഞങ്ങൾക്ക് നിലവാരമുള്ള സുവിശേഷ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. കൈകൾ കൂപ്പിക്കൊണ്ട് ശ്രുതിക്കട്ടെ മക്കളെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവെ, മക്കളുടെ കരുണ തോന്നി ഇവിടെ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും അന്യദേശങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും കർത്താവെ, ഇപ്പോഴേ ദേവാലയത്തിൽ കർത്താവെ നിൻ്റെ ജീവനോടെ നീ ജ്വലിച്ചു നിൽക്കുന്ന ദൈവികമായ അഭിഷേകത്തിൻ്റെ ഈ വലിയ നിമിഷങ്ങളിൽ കർത്താവെ, നിൻ്റെ കരുതരണങ്ങളാണ് ഇപ്പോഴതിൻ്റെ അത്ഭുതകരങ്ങളെ മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികൾ, പീഡിതർ, കർത്താവ് ആന്തരിക അവയവങ്ങളിലെ രോഗമുള്ളവർ, കർത്താവ് ചർമ്മങ്ങളിൽ അലർജി ഉള്ളവർ, മുടി കൊഴിഞ്ഞു പോകുന്നവർ, കർത്താവ് കീമോ എടുത്തുകൊണ്ടിരിക്കുന്നവർ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, വിസർപ്പ രോഗികൾ, കർത്താവ് പിശുസ്തുള്ളവർ, കർത്താവ് മക്കളെ ഇല്ലാത്തവർ, കർത്താവ് ഗർഭാശയത്തിലും
അന്നനാളത്തിൽ വല്ലതും കർത്താവ് ശിഷ്ടമുള്ളവർ, കർത്താവ് ബ്ലീഡിംഗ് ഉള്ളവർ, കർത്താവ് മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, പലതരത്തിലുള്ള കർത്താവ് ആന്തരിക അവയവങ്ങളെ സ്രാവങ്ങളുള്ളവർ കർത്താവിൻ്റെ കരുണ ചൊരിയുടെ കർത്താവ് അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് സഭയിലുള്ളതിൻ്റെ സാന്നിധ്യം പ്രകടമാകണം പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുന്ന അടിപ്പഴ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാല് വരെ മക്കളുടെ മേൽ കർത്താവ് ആവശ്യിക്കുന്ന കർത്താവ് എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും എല്ലാ ഞാടി തന്തുക്കളിലും ഞാടി ഞരമ്പുകളിലും കർത്താവ് ഹൃദയ ധമനികളെ ഹൃദയ ഭിത്തികളെ ഹൃദയ കോശങ്ങൾ കർത്താവ് ഹൃദയത്തിൻ്റെ അസ്വസ്ഥ, കരളിൻ്റെ അസ്വസ്ഥങ്ങൾ, കിഡ്നിയുടെ അസ്വസ്ഥങ്ങൾ കർത്താവ്, എല്ലാവിധ ആന്തരിക അവയവങ്ങൾ കർത്താവ്, ഘരണീയ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ കർത്താവ്, പാരസിസ് രോഗങ്ങൾ കർത്താവ്, എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ, ബ്രെയിൻ ട്യൂമറുള്ളവർ, ട്യൂമറിൻ്റെ അസുഖങ്ങൾ, മറ്റിടങ്ങളിൽ ശാരീരികമായ ഇടങ്ങളിലുള്ളവരുടെ സിസ്റ്റമുള്ളവർ കർത്താവ്, എപ്പിലെപ്സി രോഗികൾ കർത്താവ്, കർത്താവ് പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കൾ കർത്താവ് അങ്ങയുടെ തിരുസന്നിധി ഉച്ച മുതൽ കർത്താവ് ഉള്ളംകാല് വരെ കർത്താവ് എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മരുന്നോ ലേപനമല്ല കർത്താവ്, പക്ഷാവൃത്തോടെ മരുന്നോ ലേപനമല്ല കർത്താവ്, മരുന്നോ ലേപനമല്ല കർത്താവ്. അങ്ങയുടെ വചനമാണ് മക്കളെ സുഖപ്പെടുന്ന ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ, ജീവിതത്തിലെ തടസ്സങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വിസ ഒത്തുവരാത്ത അവസ്ഥകൾ കർത്താവ്, പരീക്ഷയ്ക്ക് കർത്താവ്, പഠന റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ കർത്താവ്, ഇൻ്റർവ്യൂ ടെസ്റ്റിന് വേണ്ടി കർത്താവ് അഭിമുഖീകരിക്കുന്ന കർത്താവ്, ജോലിക്ക് വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ കർത്താവ്, വിദേശത്ത് പോയിട്ട് കർത്താവ് ജോലി കിട്ടാതെ അറിയുന്നവർ കർത്താവ്, പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്ന കർത്താവ്, എല്ലാ തരത്തിൽ കർത്താവ്, മക്കളില്ലാത്തവർ കർത്താവ്, ഉള്ള മക്കൾ കർത്താവ് ചാപിള്ളയായി പല പ്രാവശ്യം ഗർഭവർഷമായി പോയിട്ടുള്ള മക്കൾ, നടുവേദനക്കാർ കർത്താവ്, ശ്വാസകോശ സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളൊരു കർത്താവ്, എല്ലാം കർത്താവ് വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതൽ കർത്താവ് ഉള്ളംകാല് വരെ മാരക രോഗങ്ങൾ, തീരാവേദികൾ, സർവ്വരോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ അടിപ്പിട പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി വെക്കട്ടെ, ദൈവീയ ശക്തിയുടെ അടിപ്പിട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി വെക്കട്ടെ. ഈശോ എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ മക്കളെ, വിവാഹം ഒത്തുവരാത്തവര്, വിവാഹത്തിൽ മാനസികമായിട്ട് പൊരുത്തക്കുറവുണ്ടായിട്ട് അകന്നു പോകാൻ പോകുന്നവർ, വിവാഹത്തിൻ്റെ കേസിലകപ്പെട്ടിരിക്കുന്നവർ, സാമ്പത്തിക തകർച്ച മൂലം കുടുംബത്തിൻ്റെ സമാധാനം അനുഭവിക്കാതെ കുടുംബമായിട്ടിങ്ങനെ കഴിഞ്ഞു കൂടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുടുംബജീവിതത്തിൻ്റെ യാതൊരു ചൈതന്യവും ഇല്ലാത്ത രീതിയിൽ പലതരത്തിൽ നിരാലംബരായി പോയിരിക്കുന്ന മക്കളുടെ ദുർനടപ്പുകൾ, തെറ്റായ ബന്ധങ്ങൾ, അവരുടെ പഠനങ്ങൾക്കുണ്ടാകുന്ന തകർച്ചകൾ, അന്യദേശങ്ങളിൽ പോയിട്ട് ഇപ്പോഴും പണം അങ്ങോട്ട് അയച്ചു കൊടുത്ത് കുടുംബം കടമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ഭവനരഹിതരെ, ഒരു മാർഗവും കൺമുമ്പിൽ തെളിഞ്ഞു വരാത്തവർ, കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദനപ്പെട്ട് ജീവിക്കുന്നവരെ പരിശുദ്ധ അമ്മ ദേവമാതാവിന് കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കർത്താവെ വന്ന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി കർത്താവെ ഓരോ മകനെയും മകളെയും ഇവിടെ ഉള്ളവരെയും അകലങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുമുർ വാർന്ന വലതുകരത്താൽ ഇടിപ്പിട പോലെ കർത്താവെ ആശീർവദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ദൈവികമായ ശക്തി ഒഴുകുകയും എല്ലാ വിവിധ പ്രാരാബ്ധങ്ങളിൽ നിന്നും
എല്ലാം മനസ്സിൻ്റെ തറവാദങ്ങൾ, അതുപോലെ തന്നെ മനസ്സിൻ്റെ തറവാദങ്ങൾ കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുഴഞ്ഞു പോയ മനസ്സ്, തകർന്നു പോയ മനസ്സ്, ശരീരവും തളർന്നിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ ആരും സഹായിക്കാൻ എല്ലാവരും ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്തവർ, ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയവരെല്ലാം ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, സ്തുതിക്കട്ടെ. ഈ ആഴ്ചയിലും ഈ മാസത്തിലും അത് നടക്കേണ്ട വിഷയങ്ങൾ പരിശുദ്ധ തമ്മിലെ മാധ്യസ്ഥയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഫലപ്രദമായ ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഉടമ്പടി അല്പം ചൈതന്യം കുറഞ്ഞു പോയവർ ഇരട്ടി ചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അഭിഷേക സ്ഥാനത്ത് വന്നിട്ട് ഉടമ്പടി എടുക്കാൻ ആരോഗ്യമുണ്ടായിട്ടും പിശാചിലെ ആൾക്കാർ തട്ടിച്ചുകൊണ്ട് പോകും. ഇന്നെടുക്കണ്ട, നാളെ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുപോകും. അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ ഇരിക്കുന്നവരും ടെസ്റ്റിലിരിക്കുന്നവരെ ഇന്ന് തന്നെ എടുത്തുകൊണ്ട് പോകണമെന്ന് അച്ഛൻ്റെ അഭിപ്രായം. ബാക്കിയുള്ള കാര്യം ദൈവം നോക്കിക്കോളും. സാത്താൻ്റെ തട്ടിപ്പിൽ വീണ് പോകരുത്. സമാപന ആശീർവാദമാണ്. എന്തെങ്കിലും വ്യക്തിപരമായ വിഷയങ്ങളുള്ളവർ ഇപ്പോഴും കണ്ണീരോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മൗനമായി ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വചന വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥന വരമെന്ന വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ വരം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ദൈവത്തിരുസന്നിധിയിൽ ആസ്തി വർദ്ധിപ്പിച്ചെടുക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ വേഴവും ഞായറും ഒഴിച്ച് എല്ലാ ദിവസവും അച്ഛനോടുണ്ട്. ആൾക്കാരെ കാണുകയും ചെയ്യും. പക്ഷെ കാണാനുള്ളവരെ
അവരുടെ ഡോക്യുമെൻറ്റുകൾ, അവരുടെ വിഷയത്തിൻ്റെ സീരിയസ്നെസ് കാണിക്കുന്ന രേഖകൾ കയ്യിലുണ്ടാകേണ്ടതാണ്. പിന്നെ അച്ഛനെ കണ്ടേ മതിയാവത്തുള്ള ആൾക്കാരുണ്ട്. ചില ഗുരുതരമായ രോഗങ്ങളുള്ളവർ, ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥനാ തീരുമാനം വേണ്ടവരൊക്കെ. അവർ തീർച്ചയായിട്ടും വെറുതെ കണ്ണിപ്പൂട്ടി കൃപാസനത്തിലൂടെ ഓടിപ്പോരരുത്. അച്ഛനിവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. തലേ ദിവസം വിളിച്ച് ഉറപ്പ് വരുത്തണം. അച്ഛൻ ചിലപ്പോൾ ധ്യാനം ഉണ്ടെങ്കിൽ പോകും പുറത്തേക്ക്, പക്ഷെ തലേ ദിവസം വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും. നാളെ അച്ഛനുണ്ടോ, നാളെ ഞാൻ വരട്ടെ എന്ന് വിളിച്ച് ചോദിക്കണം. 9447285400. ചിലപ്പോൾ നാളെ വരണ്ടേ, ചിലപ്പോൾ ഇന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഈ നമ്പർ മാത്രമേ ഉള്ളത് കാരണം ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ 2 ദിവസം മുമ്പ് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. പക്ഷെ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി വർക്ക് ചെയ്യണത് അച്ഛൻ്റെ സാന്നിധ്യത്തിലല്ല, അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. അത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ആത്മാർത്ഥതയിലാണ്. നമുക്ക് ആത്മാർത്ഥത വിശ്വസ്തയില്ലാതെ അച്ഛനെ ഇതിനകത്ത് കക്ഷി ചേർത്താൽ എന്തുമാത്രം വിജയിക്കുമെന്ന് അറിയത്തില്ല. കാരണം ദൈവം സത്യസന്ധനാണല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല.